പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കുട്ടികളുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. കുട്ടികളെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് എങ്ങനെ പഠിക്കണം. രക്ഷിതാക്കളുടെ മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കണം, ശരിയല്ലേ? അപ്പോ നമുക്ക് ഓരോ സബ്ജക്റ്റും അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റും പഠിക്കേണ്ട രീതി വ്യത്യസ്തമാണ്. ഉദാഹരണം, നമ്മൾ പ്രധാനപ്പെട്ട വിഷയം, ഒരുപക്ഷെ ഏറെക്കുറെ എല്ലാ കുട്ടികൾക്കും ബുദ്ധിമുട്ടായ ഒരു വിഷയമാണ് മാത്സ്. മാത്സ് എങ്ങനെ പഠിക്കണം? മാത്സ് പഠിക്കാൻ 3 ട്രിക്കുകളുണ്ട്. എളുപ്പത്തിൽ പഠിക്കാനുള്ള 3 ട്രിക്കുകൾ. ഒന്നാമത്തെ ട്രിക്ക് ചെയ്ത് പഠിക്കുക, രണ്ടാമത്തെ ട്രിക്ക് ചെയ്ത് പഠിക്കുക, മൂന്നാമത്തെ ട്രിക്കും ചെയ്ത് പഠിക്കുക. അപ്പൊ ഇത് മനസ്സിലായല്ലോ, മാത്സ് പഠിക്കാൻ വേറെ വഴികളൊന്നുമില്ല, ചെയ്ത് പഠിക്കുക എന്നതല്ലാതെ വേറൊരു വഴിയില്ല. ഒരു കുട്ടി ബുക്ക് എടുത്തിട്ട് മാത്സ് വായിക്കുകയാണ്, ഞാൻ മാത്സ് പഠിക്കണം, വായിച്ച് മാത്സ് പഠിക്കുക എന്നൊരു കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അത് മനസ്സിലാവില്ല എന്നുള്ള അർത്ഥം. അപ്പൊ മാത്സ് പഠിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ക്ലാസ്സിൽ കൃത്യമായി ശ്രദ്ധിക്കുക, ആ ശ്രദ്ധിച്ച കാര്യം മനസ്സിലാക്കിയ കാര്യം നേരെ വീട്ടിൽ പോയിട്ട് ചെയ്ത് പഠിക്കുക. എക്സാമ്പിൾ ഞാൻ പറയാം. ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ച വിഷയം, ഒരു കാര്യം 2+2 4 എന്നുള്ളതാണെന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് അറിയാം, എക്സ്പെഷ്യലി ആ കുട്ടി 8ലെ കുട്ടിയാണെന്ന് വിചാരിക്കുക. 8ലെ കുട്ടിക്ക് 2+2 4 ആണ്, 4+2 6 ആണെന്ന് അറിയാം. പക്ഷെ ടീച്ചർ പഠിപ്പിച്ചെന്താ 2+2. ഈ കുട്ടി എന്ത് ചെയ്യുക, വീട്ടിൽ പോയിട്ട് 2+2 ആണെങ്കിലും ഒന്ന് ചെയ്ത് പഠിക്കുക, ചെയ്ത് നോക്കുക. അതിന് നമുക്ക് ന്യൂസ് പ്രിന്റ് മേടിക്കാം, വെറുതെ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ മാത്സിന്റെ കേസ് ഇതാണ്, നമുക്ക് ചെയ്ത് പഠിക്കുകയല്ലാതെ വേറൊരു നിർവാഹമല്ല. ഇനി ബാക്കിയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ആലോചിച്ച് നോക്കുക. ബാക്കി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇതില് ഫിസിക്സിൽ കുറച്ച് പ്രോബ്ലം വരുന്നുണ്ട്. പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, കണക്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സഡൻ ആയിട്ട് ചെയ്യേണ്ടത് ചെയ്ത് പഠിക്കുക. എക്സ്പെഷ്യലി ഫിസിക്സിലൊക്കെ ഇക്വേഷൻസ് ഉണ്ടാവും. ഇക്വേഷൻസ് ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് ചാപ്റ്ററിന് ഏറെക്കുറെ ഒരു 10-30 ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ ആ 30 ഇക്വേഷനും മനഃപ്പാടമാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ചറപറന്ന് എഴുതുക, അത് മനഃപ്പാടാക്കുക. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് ചെയ്യുന്നതാണ്. അതുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രോബ്ലം എന്ത് ചെയ്യുക, വീട്ടിൽ കൂടി ചെയ്യുക. അപ്പൊ വർക്കൗട്ട് ചെയ്യുക, പരിശ്രമിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ബാക്കിയുള്ള കെമിസ്ട്രി ആണ്, ചെറിയ കണക്കുകൾ വരുന്നുണ്ട്. ബയോളജി തിയറിയാണ്, കുറെ ഫിഗറും കാര്യങ്ങളും വരുന്നുണ്ട്. അത് എന്ത് ചെയ്യുക, ഫിഗറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി മനസ്സിലേക്ക് കൊണ്ടുവന്ന് പഠിക്കുക. ഇതാണ് വഴി. ഇനി ജോഗ്രഫി ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും, ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ തിയറിറ്റിക്കൽ സബ്ജക്റ്റ് ആണ്, നമുക്ക് ചെയ്ത് പഠിക്കാനൊന്നുമില്ല. ഈ ജോഗ്രഫി കുറച്ച് ഫിഗറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളത് പഠിക്കേണ്ടത് വായിച്ച് പഠിക്കുക. ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണോ അത് നോട്ട് ചെയ്യാം. ഇപ്പം ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ യുദ്ധം ഏത് വർഷം തുടങ്ങി, ആരാണ് യുദ്ധം തുടക്കം കുറിച്ചത്, എങ്ങനെയാണ് യുദ്ധം അവസാനിച്ചത്, അതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചവരാരൊക്കെയാണ്, ഇങ്ങനെ ആ പോയിന്റ്സ് ഇങ്ങനെ എഴുതുക. പിന്നെ കുട്ടി എന്ത് ചെയ്യുക, പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വാക്യമായിട്ടോ ഒരു പാരഗ്രാഫായിട്ടോ കുത്തി മാറ്റുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മള് കുട്ടി ഒരു ഫുട്ബോൾ കളിക്കുന്ന കുട്ടിയെന്ന് വിചാരിച്ചോ, നേരെ സ്കൂൾ വിട്ട് വന്നൊരു 4:30 വീട്ടിലെത്തുന്ന ഒരു കുട്ടി നേരെ ചായ പോലും കുടിക്കാൻ നേരെ ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് ഓടുകയാണ്. ഈ കുട്ടി കളിച്ചു വരുന്നൊരു 6 മണി 5:30 വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് ക്ഷീണം ഉണ്ടാവും. രാവിലെ ട്യൂഷൻ, സ്കൂള്, പിന്നെ ഫുട്ബോൾ കളി, ഇങ്ങനെ ചെയ്യുന്ന വലിയൊരു വർക്ക് എടുക്കുക, ശാരീരികമായിട്ട് ഫിസിക്കലായിട്ട് വർക്ക് എടുക്കുന്ന ഒരു കുട്ടിക്ക് 7 മണി 7:30 ആകുമ്പോഴേക്കും വരും, മടുപ്പ് വരും, ക്ഷീണം ഉണ്ടാവും, കുട്ടിക്ക് ഉറങ്ങേണ്ടി വരും. അപ്പൊ ഇങ്ങനെ കുട്ടിക്ക് ശരിക്കും പഠിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, കുട്ടി അധികം എക്സ്പെഷ്യലി 10ലെ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ ആ ഒരു കളിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇനിയിപ്പോ ആ ഒരു 8 മാസം കൂടി ഉള്ളൂ, ആ 8 മാസം മോനെ അല്ലെങ്കിൽ മോളെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് കുറയ്ക്കുക, പഠനത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക, പറയാം. ഓക്കെ, ഇനി അടുത്ത കേസ് മൊബൈലിന്റെ ഉപയോഗം. അത് വല്ലാത്തൊരു വില്ലൻ തന്നെയാണ്. പല രക്ഷിതാക്കളെയും വിളിക്കും, അവർ പറയുന്നത് സാറേ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, അത് മാറ്റി വെച്ചാൽ ലോക്ക് തുറന്ന് ഉപയോഗിക്കലുണ്ട്. ഞാൻ നിങ്ങൾ ചോദിക്കുന്നത്, നമ്മുടെ കുട്ടി, നമ്മുടെ മൊബൈല്, അപ്പൊ അത് നമ്മളാണ് മാറ്റി വെക്കേണ്ടത്. അതല്ലാതെ എൻ്റെ കുട്ടി മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മൊബൈൽ മാറ്റി വെക്കുക, കുട്ടിക്കുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ രക്ഷിതാക്കളുടെ ഒരു പ്രകൃതം, ഇപ്പത്തെ രക്ഷിതാക്കളുടെ പ്രകൃതം, അവർക്ക് കുട്ടികളെ പേടിയാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് കുട്ടികളെ പേടിയാണ്. കുട്ടികൾ എന്തെങ്കിലും പറയോ, ചില രക്ഷിതാക്കളൊക്കെ എന്ത് ചെയ്യും, കുട്ടികൾ കേൾക്കാതെ നമ്മൾ വിളിക്കും, സാറേ കുട്ടി പഠിക്കുന്നില്ല കേട്ടോ, ഞാൻ അവൻ അല്ലെങ്കിൽ അവള് കേൾക്കാതെ വിളിക്കുകയാണ്. ഞാൻ ചോദിക്കും, എന്താ അവൻ അല്ലെങ്കിൽ അവള് കേട്ട എന്താ പ്രശ്നം? കച്ചറ ഉണ്ടാക്കും, ബഹളം ഉണ്ടാക്കും. അത് ഞാൻ ചോദിക്കും, നിങ്ങൾ കുട്ടിയെ പേടിയാണോ? കുട്ടിനെ പേടിയാണ്. പല രക്ഷിതാക്കൾക്കും കുട്ടിനെ പേടിയാണ്. ചില രക്ഷിതാക്കൾക്ക് ബൈക്കിന്റെ കീ കുട്ടികളെ ഇന്ന് മാറ്റി വെക്കാൻ പേടിയാണ്.
മൊബൈൽ മാറ്റി വെക്കാൻ പേടിയാണ്, പറയുന്നത് അനുസരിക്കാത്ത കുട്ടികൾ, ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശരിക്കും ശ്രദ്ധിച്ചോള. A+ അക്കാഡമി എന്നല്ല, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഏറ്റവും നല്ല പ്രൊഫസേഴ്സ് വന്ന് ക്ലാസ് എടുത്താലും കുട്ടി അത് പഠിക്കില്ല. കാരണം കുട്ടിക്ക് വേറെ പലതും ഉണ്ട്. മൊബൈൽ ഉണ്ട്, മൊബൈലിലെ കളികളുണ്ട്, ഫുട്ബോൾ, അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസ് കുട്ടിയുടെ മനസ്സിലുണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന്, നമ്മൾ ഏത് സ്ഥാപനത്തിലേക്ക് വിട്ടു കഴിഞ്ഞാലും കുട്ടി പഠിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം രക്ഷിതാക്കളതാണ്. രണ്ടാമത് ടീച്ചേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ ഇവിടെ ട്യൂഷനിൽ പഠിപ്പിക്കുന്നുണ്ട്, വീട്ടിൽ പോയിട്ട് പഠിക്കേണ്ട ഉത്തരവാദിത്വം കുട്ടികളതാണ്. അവർ പഠിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വവും രക്ഷിതാക്കളതാണ്. അപ്പൊ അത് നല്ലോണം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അത് വിളിച്ച് പറയാം. നിങ്ങൾ അത് വിളിച്ചു പറയണം. മാത്സ് മനസ്സിലാവുന്നില്ലേ, ഫിസിക്സ് മനസ്സിലാവുന്നില്ലേ, ഏത് വിഷയമാണോ ഇവിടെ പഠിപ്പിക്കുന്നത് ആ വിഷയം മനസ്സിലാവുന്നില്ലെങ്കിൽ ദയവായി നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. മൊബൈൽ നമ്പേഴ്സും വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, വിളിക്കുകയൊക്കെ ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ സ്റ്റഡി റിപ്പോർട്ട് കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. ഓരോ ദിവസം നാളെ എന്ത് പഠിച്ചു വരണം എന്നുള്ള കാര്യം ഗ്രൂപ്പിൽ ഇടുകയും ആ കുട്ടി അത് പഠിച്ചതിന് ശേഷം മാത്രമേ അവിടെ രക്ഷിതാവ് സൈൻ ചെയ്യാവൂ എന്നുള്ള ഒരു കാര്യം നമ്മൾ ഒരു പേപ്പറിൽ കൊടുത്തു വിടാറുണ്ട്. അത് ഒപ്പിട്ട് ഇവിടേക്ക് കൊണ്ടുവരും. ഒരു പക്ഷേ നമുക്ക് ഞങ്ങളുടെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറഞ്ഞ സമയമാണ്. 7:00 ക്ലാസ് തുടങ്ങും, 9:15 ക്ലാസ് അവസാനിപ്പിക്കും. സ്കൂൾ അങ്ങനെയല്ല, ഒരു 9:30 മുതൽ 4 മണി വരെ ക്ലാസ്സിൽ സമയമുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത്, ഒന്ന്, സമയത്തിന്റെ പരിമിതി. ഈ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ പോർഷൻസും ആ ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യണം. അത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലാകും വേണം. നല്ലോണം ശ്രദ്ധിക്കാട്ടോ. അപ്പൊ നമ്മൾ ചില സമയങ്ങളിൽ സ്റ്റഡി റിപ്പോർട്ട് എല്ലാ ദിവസവും ചോദിക്കാൻ പറ്റണമെന്നില്ല. ശരിക്കും ശ്രദ്ധിക്കാട്ടോ. ഒരു രക്ഷിതാവ് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ എന്തുകൊണ്ട് സ്റ്റഡി റിപ്പോർട്ട് നോക്കിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സൈൻ ചെയ്ത് കൊടുത്തു വിടാതിരുന്നത്. നോക്കൂ, ഒരു ദിവസം നമ്മൾ നോക്കാതിരുന്നപ്പോഴേക്ക് രക്ഷിതാവ് എന്തായി, രക്ഷിതാവ് പിൻവാങ്ങി. അങ്ങനെയുള്ള പിൻവാങ്ങൽ ഒഴിവാക്കുക, കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കുക. ഒരു അനുഭവം കൂടി പറയാം. ഒരു രക്ഷിതാവ്, ഞാൻ ഒരു കാര്യത്തിന് രക്ഷിതാവ് വിളിച്ച സമയത്ത് രക്ഷിതാവ് പറഞ്ഞത്, സാറേ, ഇതുവരെ എന്റെ കുട്ടിയുടെ സ്റ്റാറ്റസ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ നിന്ന് എനിക്ക് കോള് വന്നിട്ടില്ല. ഞാൻ ചോദിച്ചു, അപ്പൊ സ്കൂളിൽ കുട്ടിയുടെ പഠനം ഏത് അവസ്ഥയിൽ നിൽക്കുന്നു എന്ന് നിങ്ങളുടെ അവിടുത്തെ മാഷുകൾ വിളിച്ച് പറഞ്ഞിട്ടില്ല എന്നാണോ? രക്ഷിതാവ് അതെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുട്ടിയുടെ കാര്യം ആരാണ് വിളിച്ചു ചോദിക്കേണ്ടത്? നമ്മളല്ലേ. ആ ക്ലാസ് ടീച്ചർ എന്റെ മോന്റെ അല്ലെങ്കിൽ എന്റെ മോളെ പഠനം എങ്ങനെയുണ്ടെന്ന് വിളിച്ചു ചോദിക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മളതാണ്. അപ്പൊ അവരായിരിക്കും ആ ഒരു വാക്ക് ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ബുദ്ധിമുട്ടെങ്കിലും എന്നെ ഉപയോഗിക്കുകയാണ്. കാരണം കുട്ടികളെ കന്നുകാലികളെ പോലെ അരിച്ചു വിടരുത്. അവരുടെ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം. 10ലെ ചില കുട്ടികളൊക്കെ വളരെ ഫ്രീ ആണ്. അവര് എന്തും ചെയ്യും, എന്തും പറയും. അവര് ബൈക്കിൽ വരുന്നു, ബൈക്കിൽ പോകുന്നു. ഒരു കാര്യം പറയും, നമ്മുടെ കൺമുന്നിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളത് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ള നിർദ്ദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബൈക്കിലൊക്കെ വരുന്ന കുട്ടികളെ കേസാണെങ്കിൽ. അപ്പൊ മൊത്തത്തിൽ കുട്ടികളെ കൺട്രോൾ രക്ഷിതാക്കളെ കയ്യിലാവണം. രണ്ടാമത് ടീച്ചേഴ്സിന്റെ കയ്യിൽ. അപ്പൊ നമ്മള് കഴിവിന്റെ പരമാവധി ഇവിടുന്ന് ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും പോരായ്മകൾ ഞങ്ങൾ വിളിച്ചറിയിക്കാം. ഓക്കെ, അപ്പൊ പഠിക്കേണ്ട രൂപം അതാണ്. പിന്നെ വേറെ കാര്യം, പഠന സമയം. ഒരു കുട്ടി 10ലെ കുട്ടിയാണെങ്കിലും 9ലെ കുട്ടിയാണെങ്കിലും 8ലെ കുട്ടിയാണെങ്കിലും 7:30 മുതൽ വൈകിട്ട് മിനിമം 7:30 മുതൽ ഒരു 10:30 11 മണി വരെ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, 8:30 ബുക്ക് എടുക്കുന്നു, ഒരു 9:30 ആകുമ്പോഴേ 1 മണിക്കൂർ കൊണ്ട് പഠനം അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു പഠനമല്ല. നിങ്ങൾ വീട്ടിൽ ചെറിയ LKG UKG കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരിയ്ക്കുന്ന സമയവും 10ലെ കുട്ടി ഇരിക്കുന്ന സമയവും കമ്പയർ ചെയ്ത് നോക്കൂ, എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഒരു രക്ഷിതാവ് പറയുന്നത്, സാർ എന്റെ LKG കുട്ടി 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുത്ത് പഠിക്കാൻ എഴുതാൻ ഇരിക്കുന്നുണ്ട്, എന്റെ ഈ 10ലെ കുട്ടി അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെയാണ് സാറേ ഇരിക്കുന്നത്, വളരെ ബുദ്ധിമുട്ടോടെ പറയണം. അപ്പൊ അങ്ങനെയുള്ള ഒരു പഠനമല്ല. നിങ്ങളുടെ രക്ഷിതാക്കളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, ഞാൻ പഠിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള കുട്ടികളുടെ തന്ത്രം മാത്രമാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ട അവരുടെ പഠന സമയം കൂട്ടി കൊടുക്കുന്നതാണ്. ഇത്ര സമയം ഇരുന്നേ പറ്റുള്ളൂ. ഇനി പഠിച്ചില്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ. പഠിച്ചില്ലെങ്കിൽ ആ കുട്ടി അവിടെ ഇരിക്കട്ടെ. ആ ഒരു സമയം മൊത്തം നമ്മൾ നിശ്ചയിച്ചു കൊടുത്തുള്ള സമയം ആ കുട്ടി അവിടെ ഇരിക്കട്ടെ, അവർ പഠിക്കട്ടെ. ഓക്കെ, പിന്നെ ഏതെങ്കിലും കുട്ടികൾ വീട്ടിൽ നിന്ന് പഠിക്കുന്നില്ല, ഞങ്ങൾ എപ്പോഴും ഗ്രൂപ്പിൽ പറയുന്ന കാര്യങ്ങളാണ്. ഏതെങ്കിലും കുട്ടി പഠിക്കുന്നില്ലെങ്കിൽ ദയവായിട്ട് ഞങ്ങളെ വിളിച്ചറിയിക്കാം. എന്റെ കുട്ടി പഠിക്കുന്നു. ഞങ്ങൾ ഓഫീസിലേക്ക് ആ കുട്ടിയെ വിളിക്കും, സംസാരിക്കും. കുട്ടിക്ക് മാറ്റം ഉണ്ടാവും. ആ മാറ്റം എല്ലാ കാലത്തും ഉണ്ടാവുന്നല്ല. അതിന്റെ ഒരു നമ്മൾ കുറച്ച് കാര്യങ്ങൾ ടീച്ചേഴ്സ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, കുട്ടി ഒന്ന് ബൂസ്റ്റപ്പ് ആവും, പിന്നെ ഡൗൺ ആവും. ഓക്കെ, കുഴപ്പമില്ല. വീണ്ടും എന്ത് ചെയ്യാം, ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്യും, റെഡിയായി വരും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം കുട്ടിക്ക് നല്ല ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. കുട്ടി ട്യൂഷനിൽ പോയിട്ടും സ്കൂളിൽ പോയിട്ടും എന്റെ കുട്ടിക്ക് മാറ്റമില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ
നമ്മുടെ അത് ആ ഒരു കുറ്റം, കുട്ടി പഠിക്കാത്ത കുറ്റം ചില രക്ഷിതാക്കള് അധ്യാപകരെ ഏൽപ്പിക്കും. അധ്യാപന പ്രശ്നമാണ്, ട്യൂഷൻ അധ്യാപന പ്രശ്നമാണ്, സ്കൂൾ അധ്യാപന പ്രശ്നമാണ്. ആ കുറ്റപ്പെടുത്തൽ കൊണ്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ മക്കളെ ജീവിതം സക്സസ് ആവേണ്ടത് രക്ഷിതാക്കള് അവരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. നല്ലോണം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ടോ കോൾ ആയിട്ടൊക്കെ പറയാം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.